MG സർവകലാശാലയിൽ സഹപ്രവർത്തകരുടെ ജാമ്യത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് 60 ലക്ഷം രൂപ വായ്പയെടുത്ത അധ്യാപിക മുങ്ങി. സ്കൂൾ ഓഫ് ബയോസയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ SS രശ്മിയാണ് തട്ടിപ്പ് നടത്തിയത്. അതേസമയം അകാരണമായി ജോലിക്കെത്താത്തതിനാൽ അധ്യാപികയെ യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തു. ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ലഭ്യമായില്ല. MG സർവകലാശാല ക്യാമ്പസിലെ 10 അധ്യാപകരാണ് തട്ടിപ്പിനിരകൾ. സ്കൂൾ ഓഫ് ബയോസയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ SS രശ്മി സഹപ്രവർത്തകരുടെ ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത ശേഷം മുങ്ങി. 60 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. 2 മുതൽ 7 ലക്ഷം രൂപ വരെ ഓരോ അധ്യാപകരുടെ പേരിലും വായ്പ എടുത്തിട്ടുണ്ട്. ഇതോടെ ജാമ്യം നിന്ന അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്നും പണം പിടിക്കുകയാണ് ബാങ്കുകൾ. 2016 മുതൽ 22 വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ്. ബാങ്കിൽ നമ്മൾ പറയും ഇത് എൻ്റെ എല്ലാവരും ഗ്യാരണ്ടറായിട്ട് ചെയ്തതിൻ്റെ, അപ്പോൾ അവർ ബാങ്കിൽ നിന്ന് വിളിച്ചാൽ ഇവർ ഫോൺ എടുക്കുന്നില്ല. കെമിസ്ട്രിയുടെ ഒരു പ്രൊഫസർ ഡയറക്റ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്തു, 4.5 ലക്ഷം രൂപ കൊടുത്തു. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിലെ ഒരു പ്രൊഫസർ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പ്രൊഫസർ അടച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ ഒരു പ്രൊഫസർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസിൽ ഒരു പ്രൊഫസർ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് പേര് ഇവർക്ക് KSFE തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ലോൺ. ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ 4 പേരുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരിൽ നിന്നും പണവും സ്വർണവും വാങ്ങിയതായും പരാതിയുണ്ട്. കൂടാതെ തെള്ളകത്തെ പച്ചക്കറി വ്യാപാരിയിൽ നിന്നും 5 ലക്ഷം രൂപ ചെക്ക് നൽകി കൈപ്പറ്റിയ ശേഷം തിരികെ നൽകിയില്ല. അതേസമയം സിവിൽ നടപടിക്രമങ്ങളായതിനാൽ കേസെടുക്കാനാവില്ലെന്ന് ഗാന്ധിനഗർ പോലീസ് പരാതിക്കാരെ അറിയിച്ചു. അധ്യാപിക നടത്തിയ തട്ടിപ്പ് സർവകലാശാലയ്ക്ക് കളങ്കമായി. നിലവിൽ സസ്പെൻഷനിലുള്ള SS രശ്മിക്കെതിരെ സിൻഡിക്കേറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് രജിസ്ട്രാർ വ്യക്തമാക്കി. ജോസി ബാബു, മീഡിയ 1, കോട്ടയം.